ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മുഖത്തെ പാടുകൾ മാറി നല്ല കണ്ണാടി പോലെ മുഖം തിളങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ആയുർവേദത്തിൻ്റെ ഒരു മാസ്കാണ് കേട്ടോ. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ വേണ്ടൂ. അപ്പോൾ മുഖത്തെ പാടുകൾ നീക്കി മുഖം തിളങ്ങാൻ സഹായിക്കുന്ന ചില വീട്ടുവൈദ്യങ്ങളുണ്ട്. ഒരുപാട് വീട്ടുവൈദ്യങ്ങൾ നമ്മൾ തന്നെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇത്തരം ഒരു ആയുർവേദ ഫേസ് പാക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മുഖത്തുണ്ടാകുന്ന പാടുകളും പിന്നെ കലകളും തന്നെ പലരെ അലട്ടുന്ന പ്രധാന പ്രശ്നമാണ്. അപ്പം മുഖക്കുരു, പിഗ്മെൻറ്റേഷൻ, അങ്ങനെയുള്ള കലകൾ, കരിവാളിപ്പ് തുടങ്ങിയ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് ഇത്. അപ്പോൾ അതിന് ഒരു ആയുർവേദ കൂട്ടാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. അതിനാദ്യമായിട്ട് നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. 4 ചേരുവകളാണ് ഇതിനായി നമുക്ക് വേണ്ടത്. കസ്തൂരി മഞ്ഞൾപ്പൊടി, ഇരട്ടി മധുരം, പാല്, കടലമാവ്, ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. മഞ്ഞൾ എന്ന് പറയുന്നത് നമ്മളെ പാരമ്പര്യ സംരക്ഷണ രീതിയിൽ തന്നെ മികച്ച ഒന്നാണ്. മുഖക്കുരു മാറാൻ വേണ്ടിയിട്ടല്ല, മുഖത്തിന് നിറവും തിളക്കവും നൽകാൻ, മുഖത്തെ പാടുകൾ മായ്ക്കാൻ എല്ലാം ഇത് മികച്ചത് തന്നെയാണ്. പല ചർമ്മ പ്രശ്നങ്ങൾക്ക് ഇത് നമ്മൾ മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ രണ്ടാമത്തെ സാധനമാണ് ഇരട്ടി മധുരം എന്ന് പറയുന്നത്. ലിക്വറൈസ് എന്ന് അതിന് ഇംഗ്ലീഷിൽ പറയും കേട്ടോ. ഇരട്ടി മധുരം ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒരേപോലെ ഉപകാരപ്രദമാണ്. അതുപോലെ മുഖത്തെ പാടുകൾ നീക്കാൻ ഏറെ സഹായിക്കുന്ന ഒന്നാണിത്. പിന്നെ ഇതൊരു വൃക്ഷത്തിൻ്റെ ഒരു മരത്തിൻ്റെ ഒരു കഷ്ണം പോലെയാണ് ഇതുണ്ടാകുക. ആയുർവേദ ഉൽപ്പന്നങ്ങളിൽ ഉപയോഗിക്കുന്ന ഒന്നാണിത്. മുഖത്തെ പിഗ്മെൻറ്റേഷൻ പോലുള്ള പല പ്രശ്നങ്ങൾക്ക് ഇതൊരു മരുന്നാണ്. അതുപോലെ തന്നെ ചർമ്മത്തിൻ്റെ സ്വാഭാവിക ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ടും ചുളിവുകളും മറ്റും തടയാൻ ഇത് ഒരുപാട് സഹായിക്കും. ചർമ്മ പ്രശ്നങ്ങൾക്ക് ഇത് നല്ലൊരു മരുന്നാണ് കേട്ടോ. പിന്നെ മൂന്നാമത്തെ സാധനമാണ് കടലമാവ്. പല പേക്കുകളിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് കടലമാവ്. മുഖക്കുരുവിൻ്റെ പാടുകൾ, എണ്ണമയമുള്ള ചർമ്മം, ചർമ്മത്തിലെ നിറവ്യത്യാസം തുടങ്ങി നിരവധി ചർമ്മ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവ് കടലപ്പൊടിക്ക് ഉണ്ട്. അതായത് സുഷിരങ്ങളെ വൃത്തിയാക്കി അഴുക്കും മറ്റു മാലിന്യങ്ങളും ഇല്ലാതാക്കാനും കടലമാവ് ഏറെ നമ്മളെ സഹായിക്കാറുണ്ട്. അതുപോലെ ഇതെങ്ങനെയാണ് മുഖത്ത് പുരട്ടേണ്ടത് നമുക്ക് നോക്കാം. പാലാണ് ഇതിൽ നമ്മൾ ചേർക്കുന്നത്. പാലിന് സ്വാഭാവിക മോയ്സ്ചറൈസർ ഗുണവും ബ്ലീച്ചിങ് ഗുണവും എല്ലാം ഉണ്ട്. ചർമ്മത്തിലെ പാടുകളെ നീക്കാൻ ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഈ പ്രത്യേക പാക്ക് തയ്യാറാക്കാൻ കടലമാവ്, ഇരട്ടി മധുരം, മഞ്ഞൾപ്പൊടി എന്നിവ കലർത്തിയെടുക്കുക. പാലിൽ. ഇത് പാൽ കൂടി ചേർത്ത് നന്നായിട്ട് കലക്കിയെടുത്തിട്ട് മുഖത്ത് പുരട്ടുക. മുഖത്തെ പാടുകൾ മാറാനും മുഖം തിളങ്ങാനും എല്ലാം ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് കടലമാവ് 1 ടീസ്പൂണ്, ഇരട്ടി മധുരം 1/2 ടീസ്പൂണും മതിയാവും കേട്ടോ. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഇട്ട് അതിന് ആവശ്യാനുസരണം പാൽ, അതായത് നമ്മൾ ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസി ആവുന്ന രീതിക്കുള്ള പാലും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പാക്ക് തയ്യാറാക്കുന്നത്. ഇത് നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 25 മിനിറ്റെങ്കിലും നിങ്ങളിത് ഫേസിൽ വെക്കണം. 25 മിനിറ്റിന് ശേഷം സാധാരണ വെള്ളത്തിൽ ഇത് കഴുകിക്കളഞ്ഞാൽ മാത്രം മതി. ഇത് നിങ്ങൾക്ക് ഡെയിലി വേണമെങ്കിൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം വേണമെങ്കിൽ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മുഖത്തെ പാടുകളും കലകളും കുഴികളും അതേപോലെ തന്നെ ചുളിവുകളും എല്ലാം മാറി മുഖം നല്ല നിറവും തിളക്കവും വരാൻ സഹായിക്കുന്ന നല്ലൊരു ആയുർവേദിക് പാക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇരട്ടി മധുരം എവിടെയാണ് കിട്ടുകയെന്ന് ചോദിച്ചാൽ ആയുർവേദിക് ഷോപ്പുകളിൽ എല്ലാ അങ്ങാടിപ്പടികളിലും അതുണ്ടാവും. ഇരട്ടി മധുരം അതിൻ്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ലിക്വറൈസ് ആണ്. ചോദിച്ചാൽ എല്ലാവർക്കും കിട്ടുന്ന ഒരു സാധനം തന്നെയാണ് കേട്ടോ. വളരെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം അറിയിക്കുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇത്തരം വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ടുള്ള അഭിപ്രായം ഉറപ്പായിട്ടും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.